എന്തോ ഒരു കള്ളത്തരം മണക്കം. പിടിക്കും ഞാൻ. ഗീതേ, നീ എൻ്റെ പറിക്കാത്തൊന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കണേ, എന്നാ സംഭവം? വെറുതെ എത്തി നോക്കിയതൊന്നും അല്ല. പിന്നെ എന്നാ ഇവിടെ എന്തോ ഒന്ന് മണക്കുന്നുണ്ട്. അത് എലി ചത്തുകയായിരിക്കും. എലി. ആ, എലി ചത്ത് ചെയ്യുന്നതൊന്നും അല്ല. പിന്നെ എന്നാ എന്തുണ്ടേലും ഞാൻ കണ്ടുപിടിക്കും. എന്നാന്ന് പറയും? എന്നാന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ പറയാം. ഞാൻ വലിയ വല്ല മീൻ്റെ തല വെട്ടിയിട്ട് അതൊക്കെ ചെയ്യുന്ന പോലെ ആയിരിക്കും. അതൊന്നുമല്ല. പിന്നെ എന്നാ എനിക്കൊരു സ്വഭാവമുണ്ട്. ആ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാലേ അതെന്താണെന്ന് അറിയണം. ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഇല്ല. അതുകൊണ്ട് എന്തോ ഒന്നുണ്ട് ഇവിടെ, അത് കണ്ടുപിടിക്കാതെ ഞാൻ അടങ്ങൂല. ആ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കിയത്. എനിക്ക് ചെറുപ്പം മുതലേ ഒരു സ്വഭാവമുണ്ട്. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. അന്ന് അയൽവക്കത്തുള്ളവരൊക്കെ എനിക്കൊരു പേരിട്ടായിരുന്നു. CID ഗീത. അയ്യോ, CID പിന്നെ CID കീള. ഭയങ്കര കഴിവായിരുന്നു. വളരെ ജനലെ പോയി എത്തു നോക്കിയിട്ട് നല്ല മീൻ കഴിയ വെള്ളമൊക്കെ മുഖത്തേക്ക് വരും. വെള്ളമല്ല, അത് പറഞ്ഞപ്പോഴാട്ടെ ഒരു സമയം അടുക്കളേന്നേ മീൻ കറി വെച്ചിരുന്ന ചട്ടിയോടെ കാണാതെ ഞാൻ വിടുവോ. ഞാൻ കണ്ടുപിടിച്ചു. ആരാന്നറിയോ എടുത്തോണ്ട് പോയത്? വലിയൊരു കണ്ടംപൂച്ചയായിരുന്നു. ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ ഭയങ്കര കണ്ടുപിടുത്തം. അങ്ങനെ എന്തുണ്ടേലും ഞാൻ കണ്ടുപിടിക്കും. എന്റെ കണ്ണു വെട്ടിച്ച് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റും. അതാണ് എന്റെ കഴിവ്. അതുകൊണ്ട് എനിക്ക് ഇട്ട പേരാ CID ഗീത. വേറെ ആരാണെങ്കിൽ വേണ്ടില്ലായിരുന്നു പേര്. CID ഗീത. ഇവിടെ എന്തോ ഒന്ന് മണക്കുന്നുണ്ട്. അത് എലി വല്ലതും ചത്തായിരിക്കുന്നേ. എലിയൊന്നും അല്ല. എന്തായാലും ഞാൻ കണ്ടുപിടിക്കും. CID ഗീത വന്നേക്കണം. കണ്ടുപിടിക്കും ഞാൻ. നിങ്ങൾ നോക്കിക്കോ. എന്റെ കണ്ണ് മറച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു നടക്കില്ല. ഇപ്പൊ ഞാൻ പോവാ. ഒരു CID ഗീത വന്നേക്കണം. ഞാൻ പറയുന്നില്ല. ആരാന്ന് കണ്ടുപിടിക്കും. ഗീത കാണിക്കുന്നീ.